നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും ഉന്നയിച്ച് ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന പാർട്ടികൾക്ക് മുമ്പിൽ കേന്ദ്രം മുട്ടുമടക്കിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഉച്ചയോടെ CJP പ്രതിനിധികളുമായി കേന്ദ്രം ചർച്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് മുമ്പായി തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധം അവസാനിപ്പിക്കാൻ സർക്കാരും CJP നേതാക്കളും വെള്ളിയാഴ്ചയും ചർച്ച നടത്തിയിരുന്നു. എന്നാൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ മാത്രം തീരുമാനം ആയിരുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് തീരൂ എന്ന ആവശ്യത്തിലായിരുന്നു പ്രതിഷേധക്കാരും പ്രതിപക്ഷവുമെല്ലാം. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം, പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി പാടില്ല എന്നീ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിൽ ഇന്ന് തീരുമാനം അറിയിക്കാം എന്നായിരുന്നു കേന്ദ്രം അറിയിച്ചിരുന്നത്. തുടർന്ന് ഇന്ന് കടുത്ത പ്രക്ഷോഭത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഈ പ്രതിഷേധം പടരുകയും ചെയ്തു. ഇതിനിടെയാണ് മന്ത്രി തന്റെ രാജി സമർപ്പിക്കുന്നത്. CJP സമരം വലിയൊരു വിജയത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സമരം കൂടുതൽ ശക്തമായതോടെ കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്രം നടപടികൾ ആരംഭിച്ചിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം നൽകിയിരുന്നു. അതിനു പുറമെ നീറ്റ് ഉൾപ്പെടെ ദേശീയ പരീക്ഷകൾ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്നും 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി ആലോചിച്ചാണ് താൻ തീരുമാനം എടുത്തതെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ എക്സിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ആരും നിയമക്കുരുക്കിൽ പെടാൻ പാടില്ല. വിദ്യാർത്ഥികൾ പഠനത്തിൽ സമയം ചെലവഴിക്കണം, കരിയറിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കണം. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്റെ രാജിക്കത്ത് നൽകിയതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു മന്ത്രിസഭയിലെ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്. എന്നാൽ രാജി വേണമെന്നും ചിലർക്ക് അഭിപ്രായമുണ്ടായിരുന്നു. സംഘപരിവാർ അനുകൂലികൾ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കണ്ട ഒരു സമരം ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാതിരാത്രിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ എത്തിയപ്പോൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിരുന്നു. പിന്നീട് RSS മേധാവികൾ അടക്കമുള്ളവരും വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ പിന്തുണച്ചുകൊണ്ട് വന്നതോടെ സമരം ലക്ഷ്യം കാണുമെന്ന കാര്യം ഉറപ്പായിരുന്നു. ഇന്ന് വീണ്ടും സർക്കാരുമായി ചർച്ച നടക്കാനിരിക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് സമര നേതാവ് അഭിജിത് ദീപ്കെ പ്രതികരിച്ചിട്ടുണ്ട്. CJPയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ ചരിത്രപ്രസിദ്ധമായ സമരമാണ് ഇപ്പോൾ ഒരു വലിയ വിജയത്തിൽ എത്തി നിൽക്കുന്നത്. മന്ത്രിയുടെ രാജിയോടൊപ്പം നിർണായകമായ മറ്റൊരു ഉറപ്പുകൂടി കേന്ദ്ര സർക്കാർ സമരക്കാർക്ക് നൽകിയിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകളും പരീക്ഷാ ക്രമക്കേടുകളും പൂർണ്ണമായി തടയുന്നതിനായി കർശനമായ നിയമ നിർമ്മാണത്തിന് കേന്ദ്രം തയ്യാറെടുക്കുകയാണ്. പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് പരീക്ഷാ തട്ടിപ്പിൽ ഏർപ്പെടുന്ന കുറ്റവാളികൾക്ക് 10 വർഷം വരെ തടവ് ശിക്ഷയും 10 കോടി രൂപ വരെ പിഴയും ചുമത്തും. കുറഞ്ഞ തടവ് ശിക്ഷ 3 വർഷത്തിൽ നിന്ന് 5 വർഷമായി ഉയർത്തുകയും ചെയ്യും. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന മാഫിയകളെ അടിച്ചമർത്തുമെന്ന ഉറപ്പാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ 1997 ഒഡീഷയിൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് അവിടെയും ഇതുപോലെ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. അന്ന് അവിടുത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1500 വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് സമരം നയിച്ച ABVPയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാൻ.